ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഈ റീഡിംഗ് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ചില ഭാഗം മാച്ച് ആവും, ചിലത് മാച്ച് ആവില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് ആവണ കാര്യങ്ങൾ വെക്കുക, മാച്ച് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവുക ഫ്യൂച്ചറിൽ, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഓവറോൾ എനർജി നിങ്ങളുടെ സ്റ്റാർ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എംപറർ. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് 10 of Wands ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 of Wands. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 2 of Swords. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്? 7 of Pentacles. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 2 of Cups ആണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക? 4 of Pentacles. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിൽ Page of Cups. എന്താണ് ഔട്ട്കം? ഈ കാർഡ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ വെർഗോ സ്റ്റാർ എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. സ്റ്റാർ ഹീലിംഗ് എനർജിയാണ്. ഒരു എന്താ പറയുക, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഈ മാസം ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ എന്തോ വിഷ് യൂണിവേഴ്സ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കാണുന്നത് കുറേ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ മാറാൻ പോകണു. ആ സ്ട്രെസ്സൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാസം എന്തോ ഒരു നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും, ഇല്ലെങ്കിൽ എന്തോ ഒരു ക്ലാരിറ്റി വരും. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ എനർജി ആവാം. അപ്പോൾ നിങ്ങൾ കുറേ സ്റ്റേബിൾ ആയിട്ടാണ് ഈ സിറ്റുവേഷനിൽ ഈ മാസം. ഓക്കെ, ഇതിൻ്റെ മുമ്പേ അത്ര സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഈ മാസം നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി ഫീൽ ചെയ്യും. ഇവരുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ കിങ്ങും ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഡിവൈൻ കപ്പിളുടെ എനർജിയാണ്. ഓക്കെ, ഇതൊരു ഡിവൈൻ കപ്പിളാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും എത്രയും നിങ്ങളുടെ രണ്ടാളുടെ ഇടയ്ക്ക് എത്രയും സെപ്പറേഷൻ ഉണ്ടായാലും നിങ്ങൾ ഇവിടെ കുറേ കമ്പാറ്റബിൾ ആണ്. നിങ്ങൾ എപ്പോഴും തിരിച്ചു വരും ഈ റിലേഷൻഷിപ്പിൽ. ഞാൻ കാണുന്നത് ഇവിടെ 10 of Cups ആണ്. ഇതൊരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു പുതിയ തുടക്കം ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടാളും സിംഗിൾ ആണ് വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതല്ല വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരിഡ് ആണ്, വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ സിറ്റുവേഷനിൽ. പക്ഷേ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക്. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എംപറർ ആണ് എനർജി. എംപറർ ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ഒരു ഏരീസ് എനർജിയാണ്. ഈ സിറ്റുവേഷനിൽ കുറേ ഒരു സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാസം ഞാൻ കാണുന്നത് കുറേ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണോ ഒരു പുതിയ ബിഗിനിങ് ഈ പേഴ്സൻ്റെ കൂടെ. പാസ്റ്റിലും ഈ സിറ്റുവേഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ബ്ലോക്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ പാസ്റ്റിൽ ഒരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാൾക്കും. ഒരു
ഡിസപ്പോയിൻമെന്റ്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് അത്രയും ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. പക്ഷെ മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരുണ്ട്, വേറെ സിറ്റുവേഷൻ, വേറെ മാരേജ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്നില്ല. പക്ഷെ ഈ മാസം അങ്ങനെയല്ല. ഈ മാസം എന്തോ നിങ്ങൾ ബ്ലോക്സ് ഒക്കെ ഓവർകം ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഫീലിങ്സിൽ 8 of Wands ആണ്. 8 of Wands ഇവിടെ കമ്മ്യൂണിക്കേഷൻ, മുമ്പോട്ട് പോണ എനർജി, കുറെ ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പേഴ്സണെ ഫൈനലി നിങ്ങൾ അവരോട് നിങ്ങളുടെ മനസ്സിന്റെ കാര്യം പറയണു. കുറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുമ്പോട്ടേക്ക് പോകണു. ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്, തയ്യാറാണ്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 of Swords ആണ്. അവർ ഇതുവരെ ഷുവർ അല്ല ആക്ച്വലി. എന്താ വെച്ചാൽ ഇമോഷണലി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പ്രാക്ടിക്കലി അവർ വിചാരിക്കുമ്പോൾ ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല എന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ കുറേ സമയം എടുക്കണു. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ്. എത്രയും സമയമായാലും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ 7 of Pentacles ഇവിടെ 8 of Pentacles. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഈ പേഴ്സന്റെ ഇന്റൻഷനും 2 of Cups ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് ഇല്ല എന്നല്ല, പക്ഷെ പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞ മാതിരി ഇത് ചിലപ്പോൾ ചില ബ്ലോക്സ് ഉണ്ടായതുകൊണ്ട് അവർക്ക് അറിയില്ല എന്താ വേണ്ടെന്ന്. അവരുടെ ഭാഗത്തിൽ അവർ മാരീഡ് ആയിരിക്കാം, അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ഒരു ഈസി ഡിസിഷൻ അല്ല അവർക്ക് വേണ്ടി. അപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 of Pentacles ആണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എനർജീനെ വിഡ്രോ ചെയ്ത് ഇരിക്കണു. 4 of Cupsഉം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ്. അപ്പോൾ സ്റ്റാഗ്നൻസി ഉണ്ട് ഇവിടെ. ഒട്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോവാത്ത എനർജി കാണാണ്ട് ഈ പേഴ്സന്റെ ആക്ഷനിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എനർജി കാണുന്നുണ്ട്. അവർക്ക് ഈ സിറ്റുവേഷനിൽ സക്സസ് വേണം എന്നുണ്ട്. അപ്പോൾ അതുമാതിരി അവർ ആക്ഷൻ എടുക്കാൻ പോണു. 10 of Swordsഉം ഉണ്ട്. അപ്പോൾ 10 of Swords ഒരു എൻഡിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ എവിടെയോ ഒരു ബിട്രിയൽ കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ടവർ എനർജിയാണ് ഔട്ട്കം. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട്, വലിയ തീരുമാനം, ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് ഒരു ചേഞ്ച് വരണ എനർജി കാണാണ്ട്. കുറെ സീക്രറ്റ്സ് ഉണ്ട് ഇവിടെ, അതൊക്കെ പുറത്തു വരാൻ പോണു. കുറെ ഹിഡൻ ഫീലിങ്സ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ രണ്ടാളുടെയും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് വെച്ചാൽ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ആ കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട് പുറത്തു വരും. അപ്പോൾ വേഗം ഒരു തീരുമാനം എടുക്കേണ്ടി വരും നിങ്ങൾ രണ്ടാൾക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയാവും. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലുള്ള തോട്ട്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ ഫീൽ ചെയ്യണേ? സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. You and I were too young. I am becoming a better person. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. വർഗോ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ ഉണ്ട്, ലീബ്ര, ടോറസ് ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഏരീസ് ഉണ്ട്, ജെമിനി ഉണ്ട്. ഇതൊക്കെയാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.